ഓക്കെ, ആൾക്കാരൊക്കെ ഓടി വരടാ, സമയായി. ഓക്കെ അല്ലേ? ഡിസ്പ്ലേ കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. എന്റെ സ്ക്രീന് കാണാൻ പറ്റില്ലേ? സ്ക്രീന് കാണാൻ പറ്റുന്നില്ലേന്ന്? കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്നലത്തെ ചോദ്യം എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി. ഫോൺ ലാപ്പ് പെട്ടെന്ന് ഓഫായതുകൊണ്ട് ചെറിയൊരു പണി കിട്ടിയതാണ്. തൽക്കാലം ഞാനത് ഒന്നുകൂടെ എഴുതുന്നുണ്ട്. എ, പിന്നെ അവിടെ ഒരു ബി, ഒരു സി, ഒരു ഡി. പിന്നെ കുറെ ഫോഴ്സസ് ആയിരുന്നു തന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു 10 കിലോമീറ്റർ, പിന്നെ ബി മുകളിലേക്ക്, പിന്നെ സിന്ന് താഴത്തേക്ക്, തന്നെ ഡിയിലും താഴത്തേക്ക്. എല്ലാത്തിൻ്റെയും വാല്യൂ വരുന്നത് ഇവിടെ 10 കിലോ ന്യൂട്ടൺ, ഇവിടെ 20 കിലോ ന്യൂട്ടൺ, ഇവിടെ 20 തന്നെ, ലാസ്റ്റ് 10 കിലോ ന്യൂട്ടൺ. ഓക്കെ, അപ്പൊ നമ്മൾക്ക് ഇതിൻ്റെ അകത്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ടായതെന്ന് വെച്ചാൽ റിസൾട്ടന്റും പിന്നെ മൊമെന്റും കണ്ടുപിടിക്കാനായിരുന്നു. റിസൾട്ടന്റ് നമ്മൾ കണ്ടുപിടിച്ച എങ്ങനെയാ? സിഗ്മ എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു 0 തന്നെയാണ്. കാരണം എന്താ? എക്സ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സും ഇല്ല, എല്ലാം മുകളിലേക്കും താഴത്തേക്കും മാത്രമേ ഫോഴ്സസ് ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് ഒറ്റ അടിക്ക് പറയാം എക്സ് ഡയറക്ഷനിൽ ഒരു ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് അത് 0 ആണെന്ന് പറഞ്ഞു. സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു, വൈ ഡയറക്ഷനിലുള്ള എല്ലാ ഫോഴ്സസും എടുക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഫോഴ്സ് താഴത്തേക്കാണ്, സോ അത് -10. സെക്കൻഡ് ഫോഴ്സ് മുകളിലേക്കാണ്, അത് ബിയിലുള്ള ഫോഴ്സ്, അത് +20. തേർഡ് ഫോഴ്സ് താഴത്തേക്ക് തന്നെ, സോ അഗെയിൻ -20. ലാസ്റ്റ് ഫോഴ്സും താഴത്തേക്ക് തന്നെയാണ്, സോ -10. ഇത് മൊത്തം ചെയ്താൽ എനിക്ക് ഉത്തരം കിട്ടും -20 കിലോ ന്യൂട്ടൺ ആണ് സിഗ്മ എഫ് ഓഫ് വൈ. അതിനർത്ഥം എന്താ? ഇത്രയും 4 ഫോഴ്സിന് പകരം ഈ -20 എന്ന് പറഞ്ഞ ഒരൊറ്റ ഫോഴ്സ് താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന പോലെയാണ് ഉണ്ടാവുക. ഈ ഒരു ബീമിനെ സംബന്ധിച്ചിടത്തോളം അതിന് തോന്നുക അങ്ങനെ ആയിരിക്കും. അതിനെ പറ്റിയിട്ടായിരുന്നു ഞാൻ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത്. നമ്മളെ എ ബി സി ഡി, എ ബി സി ഡി. നമുക്ക് ഈ ഫിഗറിനെ നമുക്ക് വേണമെങ്കിൽ എന്ത് പറയാം? അല്ലെങ്കിൽ റിസൾട്ടന്റും കൂടി പറഞ്ഞുതരാം. റിസൾട്ടന്റ് ആർ ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഓഫ് വൈന്റെ സ്ക്വയർ ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സിന്റെ സ്ക്വയർ 0 ആണ്, അതിന്റെ സ്ക്വയർ പ്ലസ് -20ന്റെ സ്ക്വയർ. എന്നുവെച്ചാൽ എനിക്ക് ഉത്തരം കിട്ടും 20 കിലോ ന്യൂട്ടൺ. 20 കിലോ ന്യൂട്ടൺ ആണ് റിസൾട്ടന്റിന്റെ വാല്യൂ വരുന്നത്. അത് മൈനസ് ഡയറക്ഷൻ ആണെന്ന് നമുക്ക് ഇവിടെ തന്നെ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. കാരണം സിഗ്മ എഫ് ഓഫ് വൈ -20 കിലോ ന്യൂട്ടൺ ആയിരുന്നു കിട്ടിയത്. സോ ഒരു -20 കിലോ ന്യൂട്ടൺ എവിടെയോ ആക്ട് ചെയ്തിട്ടുണ്ടേ. എവിടെയാന്ന് എനിക്കറിയില്ല. മേ ബി അത് ഇവിടെ ആവാം, അല്ലെ അത് ഇവിടെ ആവാം, അല്ലെ അത് ഇവിടെ ആവാം, അല്ലെ അത് ഇവിടെ ആവാം. ഏതോ ഡയറക്ഷനിൽ മൈനസ് ഡയറക്ഷനിലേക്കാണ് നമ്മളെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെനിക്ക് കണ്ടുപിടിക്കണം. അത് തൽക്കാലം ഇവിടെയാണെന്ന് ഞാൻ കൺസിഡർ ചെയ്യുന്നു. മേ ബി, എനിക്കറിയില്ല. അത് റിസൾട്ടന്റിന്റെ വാല്യൂ എനിക്ക് 20 കിലോ ന്യൂട്ടണാണ് കിട്ടിയത്. ഞാൻ താഴത്തേക്ക് മാർക്ക് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് സിഗ്മ എഫ് ഓഫ് വൈ ഈക്വൽ ടു എന്താണ്? -20 കിലോ ന്യൂട്ടൺ. അതായത് നെറ്റ് എഫക്ട് താഴത്തേക്കാണ്, നെഗറ്റീവ് ഡയറക്ഷൻ ആണെന്ന് അറിയുന്നതുകൊണ്ടാണ് ഞാൻ താഴത്തേക്ക് മാർക്ക് ചെയ്തത്. ഇനി എനിക്ക് ഈ ദൂരം ഒന്നും അറിയില്ല, ഇത് എത്ര ദൂരത്തിലായിരിക്കും ഇത് ആക്ട് ചെയ്യാന്നുള്ളത്. സോ അതിന് ഞാൻ ഒരു എക്സ് എന്ന് പറഞ്ഞ വാല്യൂ കൊടുത്തു. ഇത്രയായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പൊ എനിക്ക് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. മൊമെന്റ് അബൌട്ട് എ ഈക്വൽ ടു
എ എന്ന് പറഞ്ഞ പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ ഒരു ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റ് വെച്ചാൽ എന്താണ്? ഫോഴ്സ് ഇൻ ടു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരുന്നു. വിച്ച് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എനിക്കറിയാം എന്താണ് 20 കിലോ ന്യൂട്ടനാണ് അവിടെ ആക്ട് ചെയ്യുന്ന ഫോഴ്സ്. മൈനസും പ്ലസ് ഒന്നും എടുക്കണ്ട, 20 കിലോ ന്യൂട്ടനാണ് അവിടെ എഫക്ട് ചെയ്യുന്ന ഫോഴ്സ്. സോ 20 എടുത്തു ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരം എഴുതിയ ഈ എക്സ് എന്ന് പറയുന്നതല്ലേ പെർപെൻഡിക്കുലർ. ഈ 20ന്റെ ലൈൻ ഓഫ് ആക്ഷനിൽ എ എന്ന് പറഞ്ഞ പോയിന്റ് നിന്ന് പെർപെൻഡിക്കുലർ വരച്ചാൽ കിട്ടുന്ന ദൂരം അതെനിക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. എത്രയായിരുന്നു? തന്നിട്ടില്ല, സോറി, എക്സ്. സോ എനിക്ക് ആ എക്സ് കണ്ടുപിടിക്കണം. ഇത്രയും പറഞ്ഞിട്ടായിരുന്നു ലാസ്റ്റ് ക്ലാസ്സിൽ ഞാൻ നിർത്തിയത് അല്ലേ? ഇത്രയും കാര്യങ്ങളായിരുന്നു നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് കണ്ടുപിടിക്കാൻ വേണ്ടി ഇനി ഒരു വെറൈറ്റി പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ആ പരിപാടി എന്താണെന്നൊക്കെ നമുക്ക് നോക്കണം. ഞാൻ ലാസ്റ്റ് ക്ലാസ്സിന് ഇവിടെ ഇങ്ങനെ ബോർഡർ വെച്ചിട്ട്. ഇനി ഇന്നത്തെ ക്ലാസ്, ശരിക്കുള്ള ക്ലാസ് ഇന്നത്തെയാണ്. അപ്പൊ അതിനുള്ളതാണ് ഒരു തിയറം ഉണ്ട്. ആ തിയറത്തിന്റെ പേരാണ് വാരിഗനൻസ് തിയറം. അത് പറയുന്നത് എന്താന്ന് വെച്ചാല്, അതായത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ ഫോഴ്സസ് ഉണ്ടല്ലോ, അത് ഉണ്ടാക്കുന്ന മൊമെന്റ് ഈസ് ഈക്വൽ ടു റിസൾട്ടന്റ് ഉണ്ടാക്കുന്ന മൊമെന്റ് ആയിരിക്കും. അതാണ് പറയുന്നത് വാരിഗനൻസ് തിയറം പറയുന്നത്. അതായത് സം ഓഫ് മൊമെന്റ് ഓഫ് individual forces is equal to moment of resultant. ഈ റിസൾട്ടന്റ് എന്ന് പറയുന്ന സാധനം എന്തായിരിക്കും? ഓരോ ഫോഴ്സിന്റെയും നെറ്റ് എഫക്റ്റ് അല്ലേ റിസൾട്ടന്റ്. നമുക്ക് 20 ന്യൂട്ടൺ കിട്ടിയത്, കിലോ ന്യൂട്ടൺ കിട്ടിയത്. ആ 20ന്റെ ഈ മൊമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ 20 വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്ന മൊമെന്റ് എന്ന് വെച്ചാൽ ഏതിന് ഈക്വൽ ആയിരിക്കും? ഓരോ ഫോഴ്സിന്റെയും മൊമെന്റ് നമ്മൾ ചെയ്തിട്ട് കണക്ക് കൂട്ടുന്നതിന് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. അതാണ് ആര് പറയുന്നത്? വാരിഗനൻസ് തിയറം പറയുന്നത്. ഇത് ശരിക്കും ഫസ്റ്റ് മോഡ്യൂളിൽ പഠിക്കേണ്ട ഒരു തിയറാണ് വാരിഗനൻസ് തിയറം. ഞാനത് പറയാണ്ടെന്ന് വെച്ചാൽ ഫസ്റ്റ് മോഡ്യൂളിൽ നമ്മളിത് പഠിച്ചതിനെ കൊണ്ട് കാര്യമില്ല. സെക്കൻഡ് മോഡ്യൂളിലാണ് നമുക്ക് ഇതിന്റെ ആവശ്യം വരുന്നത്. സോ അതുകൊണ്ടാണ് ഞാൻ അപ്പം പറയാണ്ടിരുന്നത്. കേൾക്കുന്നില്ലേ? ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതിന്റെ പേരാണ്, ഈ ഒരു തിയറത്തിന്റെ പേരാണ് വാരിഗനൻസ് തിയറം എന്ന് പറയുന്നത്. സം ഓഫ് മൊമെന്റ് ഓഫ് ഇൻഡിവിജ്വൽ ഫോഴ്സസ്, ഈ ഒരു ഇതിൻ്റെ അകത്ത് ആക്ട് ചെയ്യുന്ന ഇൻഡിവിജ്വൽ ഫോഴ്സസിന്റെ മൊമെന്റ്, അതിന്റെ സം എടുത്തു കഴിഞ്ഞാൽ റിസൾട്ടന്റ് മൊമെന്റിന്റെ സമ്മിന് ഈക്വൽ ആയിരിക്കും എന്നാ പറയുന്നത്. അതായത് റിസൾട്ടന്റ് ആക്കിയ മൊമെന്റ്, നമ്മളിപ്പോ ഇവിടെ കണ്ടുപിടിച്ച് വെച്ച മൊമെന്റ്. കേട്ടിരുന്നല്ലോ? കേട്ടിട്ടില്ലേ? അവിടെ ഞാനൊരു ബ്രേക്ക് എടുത്തിട്ടില്ല. ഞാൻ ഒരു തിയറം പറഞ്ഞിട്ട് അവിടെ ഒരു ബ്രേക്ക് ഇട്ടിട്ടുണ്ട്. എല്ലാവരും കേട്ടിനെന്ന് അറിയാൻ വേണ്ടിട്ടാ, വേറെ ഒന്നും തന്നെയല്ല. കേട്ടിട്ടില്ലേ? മനസ്സിലാവാണ്ടൊന്നുമില്ലല്ലോ എന്താ പറഞ്ഞത്? ഒരാളെ ആബ്സെന്റ് അല്ലേ മക്കളെ? ഞാൻ ഇന്നലത്തെ ഒരു ഞെട്ടിക്കുന്ന സത്യം ഇപ്പം വെളിപ്പെടുത്തിയതാണ്, എന്താ സംഭവം. അത് കേട്ടിട്ട് ആർക്കും ഒരു തരിപ്പൊന്നുമില്ല. ഒരു തിയറം ഉണ്ട്, കേൾക്കുന്നുണ്ട്. അതായത് അത് കണ്ടുപിടിക്കാനുള്ള സെറ്റപ്പാണ് ഈ വാരിഗനൻസ് തിയറം എന്ന് പറയുന്നത്. അതൊരു വെറൈറ്റി തിയറാണ്. VARIGONGNONS വാരിഗനൻസ് തിയറം എന്ന് പറയും. അത് പറയുന്നത് വെച്ചാൽ ഇതാണ്. ഓക്കെ, ഈ റിസൾട്ടന്റ് ഉണ്ടാക്കിയ മൊമെന്റ് ഈസ് ഈക്വൽ ടു ഓരോ ഫോഴ്സ് ഉണ്ടാക്കിയ മൊമെന്റ്. അപ്പൊ നമുക്ക് മൊമെന്റ് അബൌട്ട് എ എങ്ങനെയും കൂടി കണ്ടുപിടിക്കാം. ഇത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ കണ്ടുപിടിച്ചത്, റിസൾട്ടന്റ് വെച്ചിട്ടുള്ള മൊമെന്റ് കണ്ടുപിടിച്ചത്. അല്ലാണ്ട് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? മൊമെന്റ് അബൌട്ട് എ ഈസ് ഈക്വൽ ടു ഓരോ ഫോഴ്സ്, 4 ഫോഴ്സ് ഉണ്ടല്ലോ, ആ ഓരോ ഫോഴ്സ് ഉണ്ടാക്കുന്ന മൊമെന്റിനെ വെച്ചിട്ട് കണക്ക് കൂട്ടാം.
അപ്പൊ ഞാൻ ഒന്നാമത്തെ ഫോഴ്സിനെ എടുക്കാം. എ എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ടല്ലോ, എ എന്ന് പറഞ്ഞ പോയിന്റിൽ തന്നെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ട്, അതിനെ എടുക്കുകയാണ്. അതിന്റെ വാല്യൂ എത്രയാണ്? 10 ഇൻറ്റു ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരമാണല്ലോ. എന്ന് ആ 10 കിലോ ന്യൂട്ടണിലേക്ക് പെർപെൻഡിക്കുലർ ദൂരം ഉണ്ടോ? എനിക്കത് അറിയണം. ഉണ്ടെങ്കിൽ അത് എത്ര? എന്ന് പറഞ്ഞ പോയിന്റിന്ന് ആ 10, ഈ ഫസ്റ്റ് ഇതിനെയാണ് നമ്മൾ എടുക്കുന്നത്. 10 കിലോ ന്യൂട്ടൺ താഴത്തേക്ക് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ഉണ്ടായി. അപ്പൊ എനിക്കറിയാം ആ ഫോഴ്സിന്റെ മൊമെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാല് 10 ഇൻറ്റു അത് ഉണ്ടാക്കുന്ന പെർപെൻഡിക്കുലർ ദൂരമാണ്. പെർപെൻഡിക്കുലർ ദൂരം ഉണ്ടോ എന്നാണ് ഞാൻ ചോദിച്ചത്. എന്താണ് ആരൊന്നും മിണ്ടാണ്ടിരിക്കുന്നത്? ഞാൻ നിങ്ങൾ ടൈപ്പ് ചെയ്താൽ കാണുമല്ലോ, ഞാൻ ബാക്കിലേക്ക് പോയി നോക്കേണ്ടി വരും. ഉണ്ടാ 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 എന്താ ഉള്ളേ? ഡിസ്റ്റൻസ് ഉണ്ടാ? എന്ന് പറഞ്ഞ പോയിന്റ് കിടക്കുന്നത് ഇവിടെയാണ്. ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നത് ഇവിടെ തന്നെ. പെർപെൻഡിക്കുലർ ആയിട്ട് എന്തെങ്കിലും ദൂരം ഉണ്ടോ? അപ്പൊ എന്ന് ആ ഫോഴ്സിലേക്ക് ഈ 10 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഫോഴ്സുമായിട്ട് ലെഫ്റ്റ് സൈഡിൽ ഇങ്ങനെ കാണാമല്ലോ ഒരു ഫോഴ്സ്. ദൂരം ഉണ്ടാ? നിങ്ങൾ അപ്പുറത്ത് ഇങ്ങനെ മെസ്സേജ് അയക്കല്ലേ, മെസ്സേജ് അയച്ചാൽ ഞാൻ കാണില്ല. ഇല്ലല്ല, 0 അവിടെ ദൂരമൊന്നും ഇല്ലല്ലോ. ലൈൻ ഓഫ് ആക്ഷൻ പോകുന്നത് എന്റെ നെഞ്ചത്തൂടെയാണ്. എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ നെഞ്ചത്തൂടെയാണ് പോകുന്നത് അതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. സോ എന്ന് എനിക്ക് എത്രയെങ്കിലും ദൂരം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാനുണ്ടെങ്കിലേ ദൂരം ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. സോ 10 ഇൻറ്റു 0 അതിന്റെ വാല്യൂ. ഇനി രണ്ടാമത്തത് മൊമെന്റ് അബൌട്ട് എ തന്നെയാണ് എടുക്കുന്നത്. അടുത്ത ഫോഴ്സ്, രണ്ടാമത്തെ ഫോഴ്സിന് എടുക്കാം. 20 കിലോ ന്യൂട്ടൺ എന്ന് പറഞ്ഞ ഒരു ഫോഴ്സ് ഉണ്ട്. അങ്ങനെ ഒരു ഫോഴ്സ് ഈ എയിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ വലിയ ലൈന് എങ്ങോട്ടേക്കായിരിക്കും കറങ്ങുക? ക്ലോക്ക് വൈസ് ആയിരിക്കും, ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും? അതാണ് അടുത്ത ചോദ്യം. ഇങ്ങനെ ഒരു ഫോഴ്സ് ഇവിടെ അടിച്ചു കഴിഞ്ഞാൽ ക്ലോക്ക് വൈസ് ആയിരിക്കോ ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കോ കറങ്ങുക? ആരൊന്നും പറയാത്ത സ്ഥിതിക്ക് ഞാനതൊന്ന് നോക്കട്ടെ. ആരും ഒന്നും മെസ്സേജ് വിട്ടിട്ടില്ല. അവിടെ ഇത് അടിക്കുന്നത് എങ്ങോട്ടേക്കാ? നേരെ മുകളിലേക്കല്ലേ? എ എന്ന് പറഞ്ഞ പോയിന്റിനെ ആന്റി ക്ലോക്ക് വൈസ്. ഓക്കെ, ആന്റി ക്ലോക്ക് വൈസ്. സമാധാനം. ആന്റി ക്ലോക്ക് വൈസിന് നമ്മൾ എന്താ ചിഹ്നം കൊടുക്കല്? മൈനസ്, നെഗറ്റീവ്. അപ്പൊ നെഗറ്റീവ്. ഇനി ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്. ഫോഴ്സ് എന്ന് വെച്ചാൽ 20 ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരം എത്രയാണ്? എ എന്ന് പറഞ്ഞ പോയിന്റിന്ന് ഈ ഫസ്റ്റ് രണ്ടാമത്തെ ഫോഴ്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ദൂരം എത്രയാണ്? പെർപെൻഡിക്കുലർ ദൂരം എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഇതാണ് ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ. എന്ന് ഇങ്ങോട്ടേക്ക് പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ ഇതേതായിരുന്നു? ദൂരം തന്നെയാണ്. ആ ദൂരം എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു, 4 മീറ്റർ ആയിരുന്നു. ഞാൻ ഇവിടെ മാർക്ക് ചെയ്യാൻ വിട്ടതാണ്. സോ 20 ഇൻറ്റു 4 കഴിഞ്ഞിട്ടില്ലേ? ഇനി അടുത്ത മൂന്നാമത്തെ ഫോഴ്സ് എടുക്കുകയാണ്. മൂന്നാമത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴത്തേക്കാണ്. ഇങ്ങനെ ഒരു അടി വന്നു കഴിഞ്ഞാൽ ഈ എ എന്ന് പറഞ്ഞ പോയിന്റിനെ വിത്ത് റെസ്പെക്ട് എങ്ങോട്ടേക്കായിരിക്കും ഇത് കറങ്ങുക? ക്ലോക്ക് വൈസ് ആയിരിക്കൂലേ? ക്ലോക്ക് വൈസ്. യെസ്. അപ്പൊ അതെന്തായി? പ്ലസ്. ക്ലോക്ക് വൈസ് അറിയാം, നമ്മളെപ്പോഴും പ്ലസ് ആയിട്ട്. സോ പ്ലസ് അവിടെയുള്ള ഫോഴ്സിന്റെ വാല്യൂ 20 ആയിരുന്നു ഇൻറ്റു ഇനി അവിടത്തേക്കുള്ള പെർപെൻഡിക്കുലർ ദൂരം എ എന്നുള്ള പെർപെൻഡിക്കുലർ 6 ആയിരുന്നോ? ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് 6. അപ്പൊ മൊത്തം ദൂരം എത്രയുണ്ടാവും? എന്ന് ബി വരെ 4 മീറ്റർ, ബിന്ന് സിയിലേക്കാണ് 6 മീറ്റർ. സോ എന്ന് സിയിലേക്ക് എത്രയായി? മൊത്തം ദൂരം 10. ഓക്കെ, 10. അപ്പൊ അതും കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ഫോഴ്സ്, അതാണ് ഡിയിൽ ആക്ട് ചെയ്യുന്നത്. അത് ആക്ട് ചെയ്യുന്നത് താഴത്തേക്കായിരുന്നു അല്ലേ? സോ താഴത്തേക്ക് എന്ന് പറയുമ്പോൾ എ എന്ന് പറഞ്ഞ പോയിന്റിന്റെ അടുക്ക ഞാൻ കൈ വെച്ച് കഴിഞ്ഞാൽ ഈ വടി എങ്ങോട്ടേക്ക് കറങ്ങും? ഇങ്ങനെ ക്ലോക്ക് വൈസ് തന്നെയാ കറങ്ങുക.
അപ്പം അതും പ്ലസ് തന്നെ. പ്ലസ് 10 ഇൻറ്റു പെർപെൻഡിക്കുലർ. 17. മൊത്തം ദൂരം എത്രയുണ്ട്? 70. ഇത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 10 ഇൻറ്റു 0 എന്ന് പറയുന്നത് 0 തന്നെ, അത് ഞാൻ എടുക്കുന്നില്ല. -20 ഇൻറ്റു 4 എന്ന് വെച്ചാൽ മൈനസ് എത്രയായി? 4 2 8 80. പ്ലസ് 20 ഇൻറ്റു 10 എന്ന് പറയുന്നത് 200. പിന്നെ ഇവിടെ ബാക്കിയുള്ള ഒരു പ്ലസ് 10 ഇൻറ്റു 17 എന്ന് വെച്ചാൽ 170 which is equal to എത്ര കിട്ടും? 290. 290 കിലോ ന്യൂട്ടൺ മീറ്റർ ആണ് ഇൻഡിവിജ്വലിന്റെ മൊമെന്റ് ഓഫ് എ. ഇവിടെയുള്ള ഒരു മൊമെന്റ് ഓഫ് എ ഉണ്ടല്ലോ, നമ്മൾ റിസൾട്ടന്റ് കണ്ടുപിടിച്ചേ. ലെഫ്റ്റ് സൈഡ് രണ്ടും സെയിം അല്ലേ വാല്യൂ? നോക്കി, എം എ എന്ന് പറയുന്നത് രണ്ടും ഒരേ സ്ഥാനം തന്നെയാണ്. അപ്പൊ എനിക്ക് എന്താ എഴുതാൻ പറ്റും ഈ രണ്ട് ഇക്വേഷൻ്റെ അകത്ത്? 20 ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? 290ക്ക് ഈക്വൽ ആണ്. അങ്ങനെ എഴുതിക്കൂടെ? അപ്പൊ എക്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? 290 ഡിവൈഡഡ് ബൈ 20. 145. 145 ആയിരുന്നേ. 14.5. 14.5 അതായിരിക്കും അത്രയും മീറ്റർ. എക്സ് എന്ന് പറയുന്നത് എന്താ? ദൂരായിരുന്നു. അപ്പൊ എനിക്ക് പറയാൻ പറ്റും ഇനി ധൈര്യമായിട്ട് എന്ത് പറയാം? ഈ ഒരു വടീൻ്റെ അകത്ത് ഈ എ ഡി എന്ന് പറഞ്ഞ വടിയിൽ, ഡി എന്ന് പറഞ്ഞ വടി, അതിൻ്റെ ഇടയിൽ ഒരു ബിയും ഒരു സിയും ഒക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ റിസൾട്ടന്റ് ആക്ട് ചെയ്യുന്നത് എങ്ങോട്ടേക്കാണ്? മുക്തന താഴത്തേക്കാണ്. ആ റിസൾട്ടന്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് -20 കിലോ ന്യൂട്ടൺ ആണ്. അത് എ എന്നുണ്ടാക്കുന്ന ദൂരം എത്രയാണ്? 14.5 മീറ്റർ. ഇതാണ് ഇതിന്റെ മൊത്തത്തിലുള്ള അർത്ഥം വരുന്നത്. മനസ്സിലായിട്ടില്ലെങ്കിൽ പേടിക്കണ്ട, നമ്മൾ അടുത്ത ക്വസ്റ്റ്യൻ ചെയ്യും. ഇതേപോലെ തന്നെ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് റെഡി ആയിക്കോളും. ഇത് ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നിട്ടുണ്ട്. ഓക്കെ. അപ്പൊ ഞാൻ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ്യനും കൊടുത്തരാം, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, കിട്ടുന്നുണ്ടോ? നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഇത് ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് എടുത്തിരുന്ന ക്വസ്റ്റ്യൻ ആണേ. സോ എനിക്ക് അതിന്റെ ഉത്തരം അറിയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. നേരത്തെ ചോദ്യത്തിന്റെ ഉത്തരം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യന്റെ ഉത്തരം എൻ്റെ അടുക്കില്ല, ഇത് ഞാൻ കയ്യിൽ നിന്ന് എടുത്തിടുക. ഈ പോയിന്റ് എ ഒന്ന് വരച്ചു വെച്ചോ. ഇത് ബി, സി, ഇത് ഡി, ഇത് ഇ, ലാസ്റ്റ് പോയിന്റ് ഇ. ഫോഴ്സസ് വരുന്നത് ഏത് മുകളിലേക്ക്, എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ടേക്ക്, സിയില് താഴത്തേക്ക് തന്നെ, ഡിയില് നമുക്ക് മുകളിലേക്ക് കൊടുക്കാം, ഇയിൽ നമുക്ക് മുകളിലേക്ക് കൊടുക്കാം. വാല്യൂസ് 5 കിലോ ന്യൂട്ടൺ, 6 കിലോ ന്യൂട്ടൺ, 12 കിലോ ന്യൂട്ടൺ, 8 കിലോ ന്യൂട്ടൺ, 2 കിലോ ന്യൂട്ടൺ. ഈ ക്ലാസ് തീരുന്നതിനെക്കാട്ടി മുമ്പിട്ട് എനിക്ക് ഇതിന്റെ ഉത്തരം പറഞ്ഞു തരണേ. ദൂരങ്ങളൊക്കെ ഞാൻ തരാം. ഈ ദൂരം 2 മീറ്റർ, 1 മീറ്റർ, ദൂരം 3 മീറ്റർ, 0.5 മീറ്റർ. ഒന്ന് ചെയ്ത് നോക്കേ, സെയിം സാധനം. ഫസ്റ്റ് തന്നെ നമ്മൾ കണ്ടുപിടിക്കാൻ ചോദിച്ചിട്ടുള്ള വെച്ചാൽ റിസൾട്ടന്റ് ആൻഡ് മൊമെന്റ് അബൌട്ട് ഇ ആണ് ചോദിച്ചതായിരിക്കും. മൊമെന്റ് അബൌട്ട് ഇ ആണ് എനിക്ക് കിട്ടേണ്ടത്.
ഈ എന്ന് പറഞ്ഞ പോയിന്റിന് അബൌട്ട് ആയിട്ടുള്ള മൊമെന്റ്. ഒന്ന് ട്രൈ ചെയ്തൊക്കെ ആര് റിസൾട്ടന്റ് കണ്ടുപിടിക്കാൻ ഒന്നുമില്ല. സിഗ്മ എഫ് ഓഫ് എക്സ് ഈസ് ഈക്വൽ ടു 0 കാരണം എക്സ് ഡയറക്ഷനിൽ ഒറ്റ ഫോഴ്സ് വരുന്നില്ല. സിഗ്മ എഫ് ഓഫ് വൈ മാത്രമേ കിടക്കുന്നുള്ളൂ. അതെന്തൊക്കെയാണെന്ന് നീട്ടി വലിച്ച് എഴുതുക. മുകളിലേക്ക് പോകുന്നതൊക്കെ പോസിറ്റീവ്, താഴത്തേക്ക് പോകുന്നതൊക്കെ നെഗറ്റീവ്. ലാസ്റ്റ് കിട്ടുന്ന ഉത്തരം എന്താണെന്ന് എഴുതാം. ഇനി ആൻസർ റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് സിഗ്മ എഫ് ഓഫ് എക്സിന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഓഫ് വൈന്റെ സ്ക്വയർ ആണ്. അത് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയ അതേ ആൻസർ തന്നെയായിരിക്കും ഇവിടെ എന്തായാലും കിട്ടുക, റിസൾട്ടന്റ് പറഞ്ഞിട്ട്. പിന്നെ മൊമെന്റ് അബൌട്ട് സ്റ്റെപ്പുകളൊക്കെ ഞാൻ ഇടയിൽ തരാം. മൊമെന്റ് അബൌട്ട് ഇ കണ്ടുപിടിക്കുക. അതേപോലെ തന്നെ വാരിഗ്നൻസ് തിയറം ഉപയോഗിച്ചിട്ട് മൊമെന്റ് അബൌട്ട് ഇ ഒന്നുകൂടെ കണ്ടുപിടിക്കുക, ഇൻഡിവിജ്വൽ ഫോഴ്സസിന്റെ. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി, പരിപാടി. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെസ്സേജ് ആയിട്ടോ അല്ലെ സംസാരമായിട്ടോ ചോദിച്ചു. ഇനി നിങ്ങൾ അയക്കുന്ന മെസ്സേജ് എനിക്ക് കാണാൻ പറ്റും, അതുകൊണ്ട് പേടിക്കണ്ട. വർത്താനം പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാർ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ കണ്ടോളാം. സിമ്പിൾ എന്ന് വെച്ചാൽ സിമ്പിളാണ്. പുഷ്പം. ഇത് ഞാൻ കയ്യിൽ നിന്ന് എടുത്തിട്ട ക്വസ്റ്റ്യൻ ആണ്, അതുകൊണ്ട് ആൻസർ എനിക്കറിയില്ല, നിങ്ങൾ തന്നെ പറഞ്ഞു തരണം. റിസൾട്ടന്റ് ഈസ് ഈക്വൽ ടു എത്ര കിട്ടിയ? മുകളിൽ 6 താഴത്തേക്ക്, അപ്പം മൈനസ് മൈനസ് 30 3 അല്ലേ? -3 അല്ലേ വരുന്നത്? സോറി, 3 ആണ് ആൻസർ വരിക. സിഗ്മ എഫ് ഓഫ് വൈ ഈസ് ഈക്വൽ ടു -3 കിട്ടും. ശ്രദ്ധിച്ചോ. ഫസ്റ്റ് ഫോഴ്സ് എന്ന് വെച്ചാൽ 5 കിലോമീറ്റർ മുകളിലേക്ക്, സോ 5. രണ്ടാമത്തെ ഫോഴ്സ് 6 കിലോമീറ്റർ താഴത്തേക്ക്, സോ -6. മൂന്നാമത്തെ ഫോഴ്സ് 12 കിലോമീറ്റർ താഴത്തേക്ക്, സോ -12. നാലാമത്തെ ഫോഴ്സ് മുകളിലേക്ക്, സോ +8.
അഞ്ചാമത്തെ ഫോഴ്സും മുകളിലേക്ക്, സോ +2. ഇത് മൊത്തം ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കിട്ടും -3 കിലോ ന്യൂട്ടൺ. ഇനി റിസൾട്ടന്റ് കണ്ടുപിടിക്കാനാണെങ്കിൽ R is equal to sigma f of x ന്റെ സ്ക്വയർ പ്ലസ് സിഗ്മ എഫ് ഓഫ് വൈൻ്റെ സ്ക്വയർ. എക്സിന്റെ സ്ക്വയർ എന്ന് വെച്ചാൽ 0ന്റെ സ്ക്വയർ പ്ലസ് വൈൻ്റെ സ്ക്വയർ എന്ന് വെച്ചാൽ -3ന്റെ സ്ക്വയർ ഇസ് ഈക്വൽ ടു ക്യാൻസർ കിട്ടും 3 തന്നെയാണ് കിലോ ന്യൂട്ടൺ. അത്രയും കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ വടി ഒന്നുകൂടെ വരക്കുക. നിങ്ങൾ ചെയ്തോട്ടാ, ഞാനിത് വെറുതെ കാണിച്ചിരുന്നേ ഉള്ളൂ. മൊത്തം റിസൾട്ടിന് എനിക്ക് -3 കിലോ ന്യൂട്ടൺ ആണ് എഫ് ഓഫ് വൈ കിട്ടിയത്. അതിനർത്ഥം എന്താന്ന്, -3 എന്ന് വെച്ചാൽ താഴത്തേക്ക് എന്നർത്ഥം. അത് 3 കിലോ ന്യൂട്ടൺ ആണ് ഇൻ എഫക്റ്റ് ഇവിടെ അടിക്കുന്നത്. 3 കിലോ ന്യൂട്ടൺ ഡൗൺവേർഡ്സ്, അതാണ് ഇതിന്റെ അർത്ഥം. ഇനി എന്നോട് കണ്ടുപിടിച്ച് ചെയ്യാൻ പറ്റുള്ളത് മൊമെന്റ് അബൌട്ട് ഇ ആണ്. സോ എനിക്ക് എക്സ് എന്നുള്ള വാല്യൂ ഏതാ എടുക്കേണ്ടത്? ഇന്ന് ഇങ്ങോട്ടേക്കുള്ള ദൂരമാണ് എനിക്ക് എക്സ് ആയിട്ട് എടുക്കേണ്ടത്. നേരത്തെ ക്വസ്റ്റ്യൻ്റെ അകത്ത് ഞാൻ മൊമെന്റ് അബൌട്ട് എ കണ്ടുപിടിച്ചോണ്ടാണ് എന്ന് ഇങ്ങോട്ടേക്ക് എക്സ് ആക്കിയിട്ട് എടുത്തത്. ഈ ക്വസ്റ്റ്യൻ എടുക്കുക മൊമെന്റ് അബൌട്ട് ഇ ആ കണ്ടുപിടിക്കാൻ പറ്റുള്ള. സോ ഞാൻ എന്ത് ചെയ്യണം, ഇന്ന് ലെഫ്റ്റിലേക്ക് വേണം എക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ. മൊമെന്റ് അബൌട്ട് ഇ ഈക്വൽ ടു എനിക്ക് കിട്ടിയത് എന്താണ്, 3 കിലോ ന്യൂട്ടൺ ആണ്. സോ 3 കിലോ ന്യൂട്ടൺ ഈ എന്ന് പറഞ്ഞ പോയിന്റിൽ അടിക്കുമ്പോൾ എങ്ങോട്ടേക്കാ കറങ്ങുക? ആന്റി ക്ലോക്ക് വൈസ് ആണ്. സോ -3 ഇൻറ്റു ആ ദൂരം എക്സ്. അത് അവിടെ കിടക്കട്ടെ, ഇക്വേഷൻ നമ്പർ 1 ആയിട്ട് അവിടെ കിടക്കട്ടെ. ഇനി വാരിഗ്നൻസ് തിയറി എടുക്കും. ഇവിടെയാണ് പലരും തെറ്റിക്കുക. വാരിഗ്നൻസ് തിയറി എടുത്തിട്ട് ഞാൻ മൊമെന്റ് അബൌട്ട് ഈ ഒന്നുകൂടെ കണ്ടുപിടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അപ്പൊ ഈ എന്ന് പറഞ്ഞ പോയിന്റിനെ ബേസ് ചെയ്തിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഫസ്റ്റ് നമുക്ക് ഈ ചിത്രം നോക്കാം. എല്ലാവരും ഒന്ന് ഈ ഫിഗറിലേക്ക് കണ്ണോടിക്കുക. ഞാൻ ഇപ്പം വട്ടിട്ട് വെച്ച ഫിഗറിലേക്ക് മൊമെന്റ് അബൌട്ട് ഇ ആണ് കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടില്ല. സോ ഈനെ ഞാൻ അവിടെ കൈ വെച്ചിട്ട് പിടിച്ചു വെച്ചു. എന്നിട്ട് ഒന്നാമത്തെ ഫോഴ്സ് അടിക്കുകയാണ് 5 കിലോ ന്യൂട്ടൺ മുകളിലേക്ക്. അപ്പം ഈ ബാർ എങ്ങോട്ടേക്കാ കറങ്ങുക? ക്ലോക്ക് വൈസ്. സോ അത് പ്ലസ് തന്നെയാണ്. 5 ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരം എന്നാ പറഞ്ഞിട്ടില്ല. ഈന്ന് 5 കിലോ ന്യൂട്ടണിലേക്കുള്ള പെർപെൻഡിക്കുലർ ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ്, ഇതിന്റെ ലൈൻ ഓഫ് ആക്ഷൻ എടുക്കുക, എന്നിട്ട് ഈന്ന് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരച്ചു കൊടുക്കുക പെർപെൻഡിക്കുലർ ആയിട്ട്. അപ്പൊ എനിക്കിത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഇത് തന്നെയാണ് പെർപെൻഡിക്കുലർ ദൂരം എന്ന് പറയുന്നത്. ആ മൊത്തം ദൂരം എത്രയുണ്ട്? ഈന്ന് 2 + 1 + 3 + 0.5. 2 1 3 3 6 6 ഒരു 0.5 കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 6.5. അപ്പം എൻ്റെ ഒന്നാമത്തെ ഫോഴ്സിന്റെ പരിപാടി ഞാൻ തീർത്തു. ഇനി രണ്ടാമത്തെ ഫോഴ്സിലേക്ക് ചാടുക. രണ്ടാമത്തെ ഫോഴ്സ് ആക്ട് ചെയ്യുന്നത് താഴത്തേക്കാണ്. സോ ഈ എന്ന് പറഞ്ഞ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വടി എങ്ങോട്ടേക്ക് കറങ്ങും? ആന്റി ക്ലോക്ക് വൈസ് കറങ്ങും അല്ലേ? ഇങ്ങനെയാണ് കറങ്ങാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ ഒരു ഫോഴ്സ് താഴത്തേക്ക് വന്നു കഴിഞ്ഞു. സോ ആന്റി ക്ലോക്ക് വൈസ് ആയതുകൊണ്ട് തന്നെ അതിനെ -6 എടുത്തു ഇൻറ്റു പെർപെൻഡിക്കുലർ ദൂരം എന്ന് വെച്ചാൽ എത്രയാണ്? 1 + 3 + 0.5 എന്ന് വെച്ചാൽ 4.5. കഴിഞ്ഞില്ല. ഈ ഫോഴ്സിന്റെ പരിപാടിയും തീർത്തു. മൂന്നാമത്തെ ഫോഴ്സിലേക്ക് നീങ്ങാണ് 12 കിലോ ന്യൂട്ടൺ. അത് അടിച്ചു കഴിഞ്ഞാൽ ഈ എന്ന് പറഞ്ഞ പോയിന്റിൽ ആന്റി ക്ലോക്ക് വൈസ് തന്നെയാ കറങ്ങുക, ഇങ്ങോട്ടേക്ക് തന്നെയാ കറങ്ങുക. സോ അത് -12 ഇൻറ്റു ആ ദൂരം എന്ന് വെച്ചാൽ 3 + 0.5 എന്ന് വെച്ചാൽ 3.5. അപ്പം ഞാൻ ഇതും തീർത്തു. അടുത്ത ഫോഴ്സിലേക്ക് വരികയാണ് 8 കിലോ ന്യൂട്ടൺ. 8 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നത് മുകളിലേക്കാണ്. സോ അത് +8. മുകളിലേക്ക് എന്ന് പറയുമ്പോൾ ഫോഴ്സിന്റെ ഡയറക്ഷൻ അല്ലേ നോക്കേണ്ടത്. ഈ എന്ന് പറഞ്ഞ പോയിന്റിനെ സംബന്ധിച്ചിടത്തോളം ഇത് എങ്ങോട്ടേക്കാ കറങ്ങുക എന്ന് നോക്കേണ്ടത്. 8 കിലോ ന്യൂട്ടൺ അടിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ ക്ലോക്ക് വൈസ് കറങ്ങാനാണ് ശ്രമിക്കുക ഈ എന്ന് പറഞ്ഞ പോയിന്റ്. സോ പ്ലസ് എടുത്തു.
ഇൻറ്റു ആ ദൂരം എത്രയാണ് 0.5. ഇനി അടുത്തത് 2 കിലോ ന്യൂട്ടൺ. അത് ഏത് കൂടെ തന്നെയാ പോകുന്നത്? ഈ 2 കിലോ ന്യൂട്ടൺ എന്ന് പറയുന്നത് പോകുന്നത് ആര് വഴിയാണ്? ഈ വഴി തന്നെയാണ് പോകുന്നത്. ഈന്റെ സെയിം നെഞ്ചത്തൂടെയാണ് പോകുന്നത്. നെഞ്ചത്തൂടെ പോയി കഴിഞ്ഞാൽ അതിന് അർത്ഥം എന്താണ്? അവിടെ ഡിസ്റ്റൻസ് ഇല്ല എന്നാണ്. സോ ആ ഫോഴ്സിനെ പറ്റി നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അവിടുത്തെ മൊമെന്റിനെ പറ്റി നമ്മൾ ബോധർ ചെയ്യേണ്ട. ഇത് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? 5 × 6.5 മൈനസ് 6 × 4.5 മൈനസ് 12 × 3.5 പ്ലസ് 8 × 0.5. എന്റെ ആൻസർ എത്രയാണ്? ആർക്കും കിട്ടിയില്ലേ? ഇത് ഞാൻ പറഞ്ഞുതരാനൊന്നും ഇല്ലടൂ. ഇത് ഇത്രക്കാരം അറിയാമെന്നുള്ളതുണ്ട്. ഇങ്ങനെ ചിന്തിക്കാനൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. -32.5 കിട്ടിയ -32.5 അത്രയും കിലോ ന്യൂട്ടൺ മീറ്റർ മൊമെന്റാന്നേ കിട്ടിയത്. അപ്പൊ എനിക്ക് ഈ രണ്ട് ഇക്വേഷൻ വെച്ചിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കിയേ. ലെഫ്റ്റ് സൈഡ് രണ്ട് സെയിം ആണ്, ME തന്നെയാണുള്ളത്. സോ റൈറ്റ് സൈഡും സെയിം ആയിരിക്കണമല്ലോ. അപ്പൊ ആ ഒരു രീതിയിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് കിട്ടും? -3 × x എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? -32.5 കിലോ ന്യൂട്ടൺ. മതി 32. അങ്ങനെയാണെങ്കിൽ x ഈസ് ഈക്വൽ ടു എന്താണ്? മൈനസ് മൈനസ് അപ്പുറം ഇപ്പുറത്തുള്ളതുകൊണ്ട് അത് വെട്ടിപ്പോയി. 32.5 ഡിവൈഡ് ബൈ 3. ആൻസർ എനിക്ക് കിട്ടും x ഈസ് ഈക്വൽ ടു 32.5 ഡിവൈഡഡ് ബൈ 3 10.833 അങ്ങനെ മീറ്റർ ആയിട്ട് പോകും. ഓക്കെ, അപ്പൊ എനിക്ക് എക്സിന്റെ വാല്യൂ കിട്ടിയേ x ഈസ് ഈക്വൽ ടു എത്രയാണ്? 10.8333 അങ്ങനെ പോകും മീറ്റർ. അത് ഞാൻ ആ ഫിഗറിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 കിലോ ന്യൂട്ടൺ താഴത്തേക്കും ഇന്ന് ഇങ്ങോട്ടേക്ക് 3 കിലോ ന്യൂട്ടണിലേക്കുള്ള ദൂരം എന്ന് വെച്ചാൽ 10.83333 അങ്ങനെ പോകും. സിമ്പിളാണ്. ഓക്കെ അല്ലേ? മയക്കാണേ, മയച്ചു. ഇപ്പൊ എല്ലാവർക്കും ചെറിയൊരു ധൈര്യമൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടാവില്ലേ? ക്വസ്റ്റ്യൻ ചെയ്യാൻ സിമ്പിൾ ആണെന്നൊക്കെ പറഞ്ഞിട്ട്. ആ ധൈര്യം ഞാനിപ്പോ ചോർത്തി തരാം. വെല്ലുവിളിയാണ്. ക്വസ്റ്റ്യൻ എഴുതിയേ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സോൾവ് ചെയ്യാം. ഫൈൻഡ് ദ റിസൾട്ടന്റ് ഓഫ് set of coplanar forces as shown in figure. ക്വസ്റ്റ്യൻ മാത്രം എഴുതി വെച്ചാൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാൻ പ്രോബ്ലം സോൾവ് ചെയ്ത് തരാം. ആർക്കെങ്കിലും ഐഡിയ ഒക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവരെന്നെ ചെയ്തോ, പ്രശ്നമൊന്നുമില്ല. ഇത്രയും കാലം നമ്മൾ ചെയ്ത വടി സ്ട്രെയിറ്റ് വടിയായിരുന്നു. ആ സ്ട്രെയിറ്റ് വടീൻ്റെ കൂടെ ഞാൻ ചെറിയൊരു വെറൈറ്റി സാധനങ്ങളൊക്കെ തരാം.
ഇങ്ങനെയാണ് വടിയുള്ളത്. ആ വടീൻ്റെ ഓരോ പോയിന്റുകളൊക്കെ മാർക്ക് ചെയ്ത് അവിടെ ഇട്ടോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഈ പോയിന്റ് എ, കുറച്ച് ഇപ്പുറം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ബി ഉണ്ട്, കുറച്ചുകൂടെ അപ്പുറം പോയി കഴിഞ്ഞാൽ ഒരു സി ഉണ്ട്, കുറച്ചുകൂടെ ഇപ്പുറം വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡി ഉണ്ട്. ഈ പോയിന്റ് ഞാൻ ഇ എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുത്തു. ആൻഡ് ലാസ്റ്റ് പോയിന്റ് ഞാൻ എഫ് എന്ന് പറഞ്ഞിട്ട് പേരിട്ട് കൊടുത്തു. ഇനി കിടക്കുന്ന ഫോഴ്സസ് ആണ് വെറൈറ്റി. ബി എന്ന് പറഞ്ഞ പോയിന്റിൽ ഒരു 40 കിലോ ന്യൂട്ടൺ ഉണ്ട്. അത് പക്ഷേ ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തരുന്നില്ല, വളഞ്ഞിട്ട് തരുന്നു. ഓക്കെ. സി എന്ന് പറഞ്ഞ പോയിന്റിൽ അടുത്ത സാധനം ഉണ്ട് 80 കിലോ ന്യൂട്ടൺ. അത് ഞാൻ വേറൊരു രീതിയിലാണ് തരുന്നത്. അടുത്ത ഇ എന്ന് പറഞ്ഞ പോയിന്റിൽ നെക്സ്റ്റ് ഫോഴ്സ് ഉണ്ട് 20 കിലോ ന്യൂട്ടൺ. എഴുതി തരാം. എയിലുള്ളത് 40 കിലോ ന്യൂട്ടൺ വരെ ന്യൂട്ടൺ ഇടാം. ഇവിടെ 80 ന്യൂട്ടൺ, ഇവിടെ 20 ന്യൂട്ടൺ. ഇനി എനിക്ക് എന്തറിയണം? ആംഗിൾ എന്തായാലും തന്നിരിക്കണം ക്വസ്റ്റ്യനിൽ. അത് തന്നിരിക്കും. അപ്പൊ ആംഗിളൊക്കെ ഞാൻ തരാം. ഈ ഭാഗം 60 ഡിഗ്രി, ഇപ്പുറത്തെ സൈഡ് 60 ഡിഗ്രി, ആൻഡ് ലാസ്റ്റ് ഇവിടെയുള്ള സൈഡ് ഇവിടെ ഉണ്ടാക്കുന്ന ആംഗിളും 60 ഡിഗ്രി. ഇനി എനിക്ക് എന്ത് കിട്ടണം? ദൂരം കിട്ടണം. ദൂരം ഞാൻ മാർക്ക് ചെയ്ത് തരാം. എന്ന് ബിയിലേക്കുള്ള ദൂരം 2 മീറ്റർ, ബിന്ന് സിയിലേക്കുള്ള ഈ ഒരു ദൂരം 6 മീറ്റർ, സിന്ന് ഡിയിലേക്ക് അല്ലെങ്കിൽ ഇവിടത്തേക്ക് ഈ ദൂരം 2 മീറ്റർ. അതുപോലെ തന്നെ ഡിന്ന് ഇങ്ങോട്ടേക്ക് ഒരു ദൂരമുണ്ട്, ഈ ദൂരം ഉണ്ട്, അത് 2 മീറ്റർ. ആൻഡ് ലാസ്റ്റ് ഇവിടുന്ന് ഇവിടത്തേക്കുള്ള ദൂരം, അതും 2 മീറ്റർ. ഈ ക്വസ്റ്റ്യൻ ഒക്കെ അവിടെ എഴുതി വെക്ക്. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് ഇത് ചെയ്യാം. ചെറിയൊരു ടെസ്റ്റ് ഉള്ള, കാരണം നമുക്ക് ഇത്രയും കാലം ചെയ്തതൊക്കെ സ്ട്രെയിറ്റ് ഫോഴ്സസ് ആയിരുന്നു. ഇപ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട്? എല്ലാം എന്തിനാ ചെരിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, സാധാരണ വടി നമ്മളെ സ്ട്രെയിറ്റ് വടിയായിരുന്നു. ഇത് സ്ട്രെയിറ്റ് വടീൻ്റെ കൂടെ ഒരു ചെറിയൊരു കട്ടും കൂടി കൊടുത്തിട്ടുണ്ട്. കോപ്ലാനാർ ഫോഴ്സ് എന്നൊക്കെ കണ്ടിട്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ലേ. കോപ്ലാനാർ എന്ന് വെച്ചാൽ ഒറ്റ പ്ലെയിനിലുള്ള ഫോഴ്സസ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇതെല്ലാം ഇപ്പോൾ ഒരൊറ്റ പ്ലെയിനിലല്ലേ, എൻ്റെ ഈ ലാപ്ടോപ്പിന്റെ സ്ക്രീനിൻ്റെ അകത്തുള്ളതല്ലേ ആ ഫോഴ്സസ് ഒക്കെ. അതുകൊണ്ട് അങ്ങനെ കോപ്ലാനാർ ഫോഴ്സസ് എന്ന് വിളിച്ചത്. ചിത്രമൊക്കെ വരച്ചു വെച്ചോ. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ വന്നിട്ട് ഷടപടയെന്ന് പറഞ്ഞിട്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനാണ് നോക്കുക. ചിത്രം വരച്ചു കഴിഞ്ഞാ അങ്ങനെയാണെങ്കിൽ നമുക്ക് നിർത്താലോ. ഭക്ഷണമൊക്കെ കഴിക്കണ്ടേ നിങ്ങൾക്ക്? രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് 9 അയ്യോടാ, ഒരാളാരെ ആബ്സെന്റ്. സായന്താ? സായന്ത് ആബ്സെന്റ് അല്ല. ചിത്രം വരച്ചെന്ന് വിചാരിക്കുന്നു.
എന്നാ പോയി ഭക്ഷണമൊക്കെ കഴിച്ചോ. സായന്ത് മാത്രമല്ല ആബ്സെന്റ് ഉള്ളൂ. നമുക്ക് അറ്റൻഡൻസ് എടുത്തു. നാളെ കാണാം. എന്നാലും ടാറ്റ. Sir, first